ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ അഭിമാനത്തോടെ എടുത്തു വെച്ച് കാണിക്കാൻ പറ്റാവുന്ന സിനിമ കൽക്കി. നമ്മൾ ഒരുപാട് സിനിമയിലും സീരിയലായിട്ടും ആനിമേഷൻസ് ആയിട്ടും കഥകളായിട്ടും രാമായണവും മഹാഭാരതമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭൂമി ഒരു 800 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ടെക്നോളജീസും മാറ്റങ്ങൾക്കൊപ്പം നമ്മുടെ മഹാഭാരത കഥയും അതിലത്തെ കഥാപാത്രം കൂടി ബ്ലെൻഡ് ചെയ്ത എങ്ങനെ ഇരിക്കും? ഒരു കിഡിലൻ തോട്ടാണത്. പറയുമ്പോഴും സങ്കല്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നും. അതെടുത്ത് കാണിച്ചു വെച്ചിരിക്കുകയാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ. അത്രയ്ക്ക് മുൻനിരയിൽ പറയാൻ പറ്റുന്ന ഒരു പേരായിട്ട് മാറുകയാണ് നാഗശ്വ എന്ന് പറഞ്ഞ ഡയറക്ടർ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ പതുക്കെ നമുക്ക് ആ വേൾഡ് ബിൽഡ് ചെയ്ത് തരും. ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് അത് ഫസ്റ്റ് ഹാഫിലെ പ്രഭാസിന്റെ കുഞ്ഞു ചില സീൻസ് ആണ്. ബാക്കിയെല്ലാം ടോപ്പ് ആയിരുന്നു, പ്രത്യേകിച്ച് മേക്കിംഗ് ഒക്കെ. അതിലത്തെ ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും സിനിമയുടെ റേഞ്ച്. ഏകദേശം നമ്മൾ ആ വേൾഡിനൊക്കെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്റർവ്യൂ വരും. പിന്നെ പടത്തിന്റെ ഒരു കാറ്റുണ്ട്. ക്ലൈമാക്സ് ആവുന്നവരെ ആ ഒരു റേഞ്ചിലാണ് പടം മൊത്തം. ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ് ഒക്കെ അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിലൊരു ക്യാമിയോ വലിയ തൃപ്തിയൊന്നും നൽകിയില്ലെങ്കിലും മറ്റൊരു ക്യാമിയോ ആകെ 1-2 മിനിറ്റ് ഉള്ളെങ്കിലും ഭയങ്കര ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് കൊണ്ട്